എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് UPRS. എല്ലാവർക്കും ദേശീയം സൺഡേ ഫിലിം റിവ്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ഫ്രൈഡേ റിലീസായ സിനിമകളെ സൺഡേ വരെയുള്ള മറ്റു റിവ്യൂവേഴ്സ് എങ്ങനെ കാണുന്നു എന്നുള്ളതും അത് എങ്ങനെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമൊക്കെ പരിശോധിക്കുന്ന ഒരു റിവ്യൂ ആണ്. ഈ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മലയാള സിനിമയെ OTTയിൽ വന്ന് കാണാം എന്ന് കരുതുന്ന പ്രേക്ഷകർക്ക് മലയാള സിനിമയെ തിയേറ്ററിൽ എത്തിച്ച് കാണിക്കുക എന്നുള്ള ഒരു സതുദ്ദേശം കൂടിയുണ്ട്. അതിന് ദേശീയ ന്യൂസ് എടുത്ത ഈ ചുവടുവയ്പ്പിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദേശീയൻ ഫിലിം ന്യൂസ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഒരു അവസരം തന്നതിന് ദേശീയൻ വാരികയോട്, വീക്കിലി ന്യൂസ് പേപ്പറിനോട് എനിക്കുള്ള നന്ദി. ഈ ആഴ്ച നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സജിൻ ബാബു സംവിധാനം ചെയ്ത ദ തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ ജയൻ മന്നേരി ഫേസ്ബുക്കിലൂടെ നടത്തിയ അഭിപ്രായങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ജയൻ മന്നേരിയെക്കുറിച്ച് അറിയാം. അദ്ദേഹം മച്ചുക എന്നൊരു വ്യത്യസ്തമായ സിനിമ ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം ഒറ്റയ്ക്കൊരു കാമുകൻ എന്നുള്ള ഒരു ആന്തോളജി സിനിമയും ജയൻ മന്നേരി ചെയ്തു. ജയൻ മന്നേരി തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കുകയും സിനിമയെക്കുറിച്ചുള്ള തൻ്റെ റിവ്യൂ കൃത്യമായി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നൗഫൽ ചെറായി എന്ന ക്യാമറമാൻ്റെ ഒപ്പം എൻ്റെ മുഖത്ത് ആദ്യമായി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തത് ജയൻ മന്നേരിയാണ്. മച്ചുക എന്നുള്ള ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടൈക്കനാൽ മഞ്ഞൊക്കെയുള്ള സമയത്ത് ഇൻ്റർവെൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ചെന്ന്. പശുപതി, ജനനി അയ്യർ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് മച്ചുക. അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള കളർ ടോണും മറ്റു കാര്യങ്ങളും പ്രകൃതിയോട് ഇണങ്ങിയുള്ള കളർ ടോണുമെല്ലാം ഒരു പ്രതികാര കഥ പറയുന്ന ഒരു സിനിമയാണ് മച്ചുക. വളരെയധികം വ്യത്യസ്തമായി നിർമ്മിച്ച ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയം കണ്ടില്ലെങ്കിലും പിന്നീട് അത് വളരെയധികം പ്രേക്ഷകരെ ആ സിനിമയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു. വളരെ കൃത്യമായ രീതിയിൽ എഴുതുകയും വളരെ കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്ത സീനുകളാണ് മച്ചുക എന്ന സിനിമയിൽ ജയൻ മന്നേരി കാഴ്ചവെച്ചത്. സജിൻ ബാബു ബിരിയാണിയുടെ ഡയറക്ടറാണ്. ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സജിൻ ബാബുവിന് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ബിരിയാണി എന്ന സിനിമയിലൂടെ വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടറാണ് സജിൻ ബാബു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ദ തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമ. ആ സിനിമയെക്കുറിച്ച് ശ്രീ ജയൻ മന്നേരിയുടെ വാക്കുകളിലേക്ക്. സ്വാഭാവികമായും പ്രേക്ഷകർക്കൊരു ചിന്തയുണ്ടാവും, ഇതും ബിരിയാണി പോലെ അവാർഡ് സിനിമയായിരിക്കുമെന്ന്. അങ്ങനെ ആരും ചിന്തിക്കേണ്ട. തികച്ചും കൊമേഴ്ഷ്യലായിട്ടാണ് തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമ സജിൻ ബാബു അണിയിച്ചൊരുക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായി തിയേറ്ററിൽ പോയി നമുക്ക് കാണാവുന്ന ഒരു സിനിമയാണെന്നാണ് ജയൻ മന്നേരി പറയുന്നത്. ആദ്യ അവസാനം ഭീതിതമായ ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് എന്നാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം വളരെ ഹോണ്ടിങ് ആയ ഒരു ക്ലൈമാക്സിൽ കൊണ്ടെത്തിക്കുന്ന ഈ സിനിമ തിയേറ്റർ വിട്ടിറങ്ങിയാലും നമ്മളെ പിന്തുടരും എന്നാണ് ജയൻ മന്നേരി പറയുന്നത്. ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു നോവും ഏൽപ്പിച്ചുകൊണ്ടാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സജിൻ ബാബുവിൻ്റെ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്കും കൂടുതൽ ആസ്വാദകരിലേക്കും എത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മലയാള സിനിമയ്ക്ക് അത് വളരെയധികം ഉപകാരം ചെയ്യും. ഏകാന്തമായ ഒരു തുരുത്തിൽ പുറം ലോകവുമായോ അവിടുത്തെ ജീവിത രീതികളുമായോ വലിയ അടുപ്പം വെച്ച് പുലർത്താതെ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇഴനെയ്തെടുത്ത സ്വന്തം ജീവിതത്തോട് പൊരുതിയും കരുതിയും ജീവിക്കുന്ന രണ്ടുപേർ, ഒരമ്മയും ഒരു മകളും. അവർക്ക് കൂട്ടായി പലപ്പോഴായി ആരൊക്കെയോ തുരുത്തിൽ ഉപേക്ഷിച്ച അനാഥരായ കുറച്ച് മൃഗങ്ങളും അപൂർവ ഇനം ചില പ്രാണികളും പലതരം പാമ്പുകളും അവ യഥേഷ്ടം വികരിക്കുന്ന പൗരാണിക പ്രൗഢിയുള്ള കാവുകളും കുളങ്ങളുമൊക്കെയാണ് അവരുടെ പ്രകൃതിയും ജീവിതം. എന്നാൽ വർത്തമാനകാലത്തിൻ്റെ സാങ്കേതികയും സാധ്യതകളും പതിയെ അവരുടെ ജീവിതത്തിലേക്കും പ്രവേശിക്കുന്നതോടെ സിനിമ പുതിയ തലങ്ങളിലേക്ക് എത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, മച്ചുക എന്ന സിനിമയിൽ കളർ ടോണും പ്രകൃതിയും സഹജീവികളോടുള്ള കരുണയുമൊക്കെ വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ അങ്ങനെയുള്ള ഒരു കാര്യം ശ്രീ ജയൻ മന്നേരി നന്നായി സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. സിനിമയിൽ തുടക്കത്തിൽ റീമ കല്ലിങ്ങലിൻ്റെ ചില സീനുകൾ സംവിധായകൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇരുട്ടിലും അവരുടെ മുഖത്ത് പ്രകടമായ ഞെട്ടലും പരിഭ്രമവും കുറച്ച് സമയത്തിന് ശേഷം ആ ഇരുട്ടിലും അവരുടെ മുഖത്ത് പ്രകടമായ ഭാവങ്ങൾ, അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞു. 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയ്ക്ക് ശേഷം വളരെ ശക്തമായ നിലയിൽ ഒരു അഭിനയം കാഴ്ചവെക്കാൻ
ഈ ഒരു കഥാപാത്രത്തെ ജനങ്ങളുടെ മുമ്പിലെത്തിക്കാൻ റീമ കലിംഗന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി. കൂടാതെ അദ്ദേഹം പറയുന്നു, ഇതിൻ്റെ കണ്ടൻറ്റ് അവസാനം വരെ ഒട്ടും മുഷിപ്പിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സജിൻ ബാബുവിൻ്റെ ദ തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നല്ല സിനിമ റിവ്യൂസുമായി ദേശീയൻ ന്യൂസ് ചാനൽ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദീപാവലി ആശംസകളോടുകൂടി ഈ റിവ്യൂടെ അവസാനിപ്പിക്കുന്നു. സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.